അതുകൊണ്ട് അവളിന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്നറിഞ്ഞിരിക്കുമ്പം ഇത് കാണുന്ന ലൂഷ്യൻഹയും ഈ പ്രോബ്ലം അവൻ സോൾവ് ചെയ്തോളെന്നറിഞ്ഞ് ഈ ഫിലിം മാത്രം ഇവന്റെ തരാൻ വേണ്ടി പറയും. അതിനേശം ഇവിടെ വീട്ടിൽ വെച്ച് ഗംഗങ്ങിന്റെ അനിയനായിട്ട് അച്ഛൻ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പം ഇവളാണെ പഠിക്കാനുണ്ടെന്നറിഞ്ഞ് ഇവരെ ശബ്ദം ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ അനിയൻ കളിച്ച് അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പം ഇവളാണ് ദേഷ്യത്തി പഠിക്കാനുള്ള മൂഡ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പരാണ് പയ്യന്റെ അമ്മ അവന് കുറെ വഴക്കുറഞ്ഞ് ചേച്ചി പഠിക്കുന്നുണ്ട് ഇവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പരാണ് കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തൊന്നും ശബ്ദം കേൾക്കാത്തണ്ട് ഇവള് പതിയെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി അവർ സ്വന്തം മോനെ അവിടെ നിന്ന് വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവൾക്കും ചെറിയ കുറ്റവും തോന്നും. അതിനുശേഷം അടുത്ത ദിവസം ബീറ്റാണ് ഇവൾക്ക് മറ്റേ ഓഫീസിൽ നിന്ന് എടുത്തോണ്ടെന്ന പ്രോബ്ലം എടുത്ത് കൊടുത്തിട്ട് ഇവൾ ക്ലാസ് കഴിഞ്ഞപ്പോഴും എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചിട്ട് പോകും. അപ്പോഴാണ് ഇവളും ഇവളുടെ ഫോട്ടോസൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയതാന്ന് പറയുമ്പം അടുത്തിരുന്ന് ലൂഷ്യൻഹെ ആണ് എങ്കിൽ പിന്നെ ഇതെന്താ അവനോടൊന്നും പറയാത്തേം ചെയ്യും. കാരണം ഇവള് ചുമ്മാ ലൂഷ്യങ്ങായിട്ട് കറങ്ങുമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഇവളും ഇവൻ ചോദിച്ചാലും അത് ഫുള്ളും പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് ഇവൻ ദേഷ്യപ്പെടില്ലെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം ഇപ്പൊ യൂഹയ്ക്കാണ് ഇവളോട് ദേഷ്യമെല്ലാം പോയിട്ട് ഈ ക്വസ്റ്റ്യൻ അവൻ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞ് അവൾക്ക് പഠിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസമാണ് ഇവർക്ക് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം എല്ലാവരും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത് എഴുതുമ്പോഴാണ് ബീറ്റേ പോലെ ചിലവരൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഗംഗങ്ങാണ് ഇന്നലെ യൂഹയെ പഠിപ്പിച്ച കാര്യം വെച്ച് നോക്കി അവൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഇവനോട് തന്നെ ചോദിക്കും ഇന്നലെ ബീറ്റ തന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എങ്ങനെയാ ചോദിച്ചതെന്ന്. കാരണം അവള് സാറിന്റെ ഓഫീസിൽ നിന്ന് എടുത്തോണ്ടെന്ന് അതേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഇവർക്കാർക്കും പഠിപ്പിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഇവരുടെ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരുമ്പം അവിടെ പാൻ സാറാണ് ആ ജപ്പാനീസ് സ്റ്റുഡൻസുമായിട്ട് എടുത്ത് ഫോട്ടോസൊക്കെ കണ്ട് അയാൾ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അവിടെ ഗംഗങ്ങനെ കണ്ടിട്ട് ഇവളൊരു ഒന്നാം തരം പരിപാടിയാണ് കാണിച്ചെന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് അടിപൊളി പണിയാ ചെയ്തതെന്ന് പറയും. അപ്പോഴാണ് ഇവൾക്ക് വിശ്വസിക്കാനൊക്കാതെ ഇവള് കുളമാക്കിയാലും വെച്ചിരുന്നെന്ന് പറഞ്ഞ് അത് നോക്കുമ്പോഴാണ് ലൂഷ്യൻഹെ കുറച്ച് വെറൈറ്റിക്ക് അവൻ എല്ലാവരുടെ ഫോട്ടോയും കട്ടൗട്ട് ചെയ്ത് അവനൊരു ഗ്രൂപ്പ് ഫോട്ടോ അവിടെ വെച്ചേക്കും. അങ്ങനെ ഇത് പാൻ സാറിനാണ് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അങ്ങനെ അതുകൊണ്ട് ഗംഗങ്ങും ഭാഗ്യത്തിന് അവൻ രക്ഷിച്ചെന്ന് പറഞ്ഞ് ഇവള് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴാണ് സാറ് പോയതിനു ശേഷം അവിടേക്ക് ഷൗമയാണ് വന്നിട്ട് ഇത് ഇവള് ചെയ്തതെന്നല്ല അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ലൂഷ്യൻഹെ ചെയ്തതെന്ന് പറഞ്ഞ് അവന് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ എന്നാലും സംഭവം അടിപൊളിയാന്ന് പറഞ്ഞ് യൂഹയ്ക്ക് അവനോട് അസിയുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് ക്ലാപ്പ് ചെയ്ത് ചിയർ ചെയ്യും. അതിനേശം വീട്ടിൽ വെച്ച് ഗംഗങ്ങാണ് അവളുടെ അനിയന്റെ കൂടെ സന്തോഷത്തിൽ ഒരുമിച്ച് കളിക്കുമ്പം ഇത് കാണുന്ന അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ എങ്ങനെ സാധിച്ചെന്ന് പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. കാരണം അവരൊക്കെ സ്നേഹത്തോടാണ് ഇവളോട് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവള് മാത്രം അങ്ങനെ ദേഷ്യത്തിലേക്ക് ഇരുന്ന ആ തെറ്റാന്ന് വിചാരിച്ച് ഇവളിപ്പോൾ ഇവളുടെ മനസ്സ് മാറ്റി. അതിനേശം അടുത്ത ദിവസം ക്ലാസ് ലീഡറാണ് രാവിലെ തന്നെ ഇവരോടൊക്കെ വരാൻ പോകുന്ന സ്കൂൾ ആനിവേഴ്സറിക്ക് എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരു ഡ്രാമ പ്ലേ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു ഐഡിയ കണ്ടെത്താൻ വേണ്ടി പറയും. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഇൻട്രസ്റ്റ് കാണത്തില്ല. ഇതേ സമയം യൂഹയാണ് ഇപ്പൊ സ്കൂളിൽ എല്ലാവരും കൂടെ ഇവൾക്ക് ലൂഷ്യൻഹെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്നതെന്ന് അവനും പറഞ്ഞ് കളിയാക്കുമ്പം ഇവളാണ് അവനോട് ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് വന്നാലും വേറെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ ഇന്നലെ അവൻ ചെയ്തു വെച്ച ആ ഫോട്ടോ കണ്ടിട്ട് രണ്ടുപേരും കൂടെ ചെയ്താന്ന് അതിനകത്ത് എഴുതിയിട്ടിരുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു നടക്കും. അതുകൊണ്ട് തന്നെ ഇവളും പുറത്ത് വെച്ച് ലൂഷ്യൻഹെ കണ്ടുമുട്ടുമ്പം അവള് നൈസിന് ആ വഴി കൂടെ പോകാതെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകും. എന്നിട്ട് ഇവിടെ ക്ലാസ് ലീഡറും ഓരോരുത്തരോടും ചെന്ന് എന്തേലൊക്കെ പരിപാടി ഉണ്ടോന്ന് ചോദിക്കുമ്പം അവരെല്ലാരും എനിക്കോ എന്നറിഞ്ഞ് ഇവൻ ആരും മൈൻഡ് ചെയ്യത്തില്ല. അതിനേശം ഇവനും അവസാനമായിട്ട് ഗംഗങ് യൂഹയുടെ അടുത്ത് ചോദിക്കുമ്പം അവർ രണ്ടുപേരും കൂടെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് ഉറങ്ങാനല്ലാതെ വേറൊന്നും അറിയത്തില്ലെന്നറിഞ്ഞ് ഇവനെ പറഞ്ഞയക്കാൻ നോക്കുമ്പം യൂഹയാണ് ഇവളെ കുറിച്ച് എന്താണെങ്കിലും പറഞ്ഞോ അവൻ ഇത് ഉൾപ്പെടുത്തണ്ടെന്നറിഞ്ഞ് അവന് ടാലന്റ് ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ക്ലാസ് ലീഡറും ഇവന്റെ സഹായം ഒന്നും ആവശ്യമില്ല എനിക്ക് നിങ്ങളുടെ സഹായം മതിയെന്ന് അവനും പറയുമ്പോ തന്നെ ഇവിടെ യൂഹയും ചമ്മി പോയിട്ട് എടാ നാറി എന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും. അതോടെ അവനാണ് ചിരിച്ചിട്ട് ഗേൾസ് ഉണ്ടെങ്കിലല്ലേ വല്ലമാരൊന്ന് കാണത്തുള്ളെന്നറിഞ്ഞ് അവൻ അതുകൊണ്ടാ പറഞ്ഞെന്ന് പറയും. അതോടെ യൂഹയും മര്യാദയ്ക്ക് സീറ്റിൽ ചെന്നിരിക്കുന്നറിഞ്ഞ് അവനെ പിടിച്ച് തള്ളിയിടും. എന്നിട്ട് ഇവിടെ ഗംഗങ്ങും പുറത്ത് വെച്ച് ലൂഷ്യൻഹയെ കണ്ടുമുട്ടുമ്പം അവളാണ് പേടിച്ച് ഒരു സെക്കൻഡ് നിൽക്കും. അപ്പോഴാണ് ഇടയ്ക്ക് പാൻസാറും വന്നിട്ട് ആ ഫോട്ടോ കിടിലായിരുന്നു പറഞ്ഞ് ലൂഷ്യൻഹയെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഗ്യാപ്പി നൈസിന് അവളങ്ങ് മുങ്ങും. ഇതേ സമയം ഇവിടെ ക്ലാസ്സിലൂടെ കുറച്ചുപേര് വിളിച്ചെടുത്തിട്ട് അവൻ ഡ്രാമയ്ക്കുള്ള സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തോണ്ടിരിക്കുമ്പം കണ്ണാടി വെച്ച് കൊച്ചാണ് അവൾക്ക് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡ്രാമ പ്ലേ ചെയ്യാൻ അറിയാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് യൂഹയാണ് അതൊക്കെ പൊടിപ്പിള്ളേർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന ഗംഗങ്ങാണ് ഇത് കേട്ടിട്ട് അവൾക്ക് ഈ ഐഡിയ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇപ്പോൾ ഈ സ്നോ വൈറ്റിന്റെ ഡ്രാമയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ബീറ്റയോട് മറ്റേ സങ്ഡങ്ങാണ് ഹങ്ഷു പ്രിൻസ് ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവള് തന്നെ പ്രിൻസസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ നടന്നു തന്നെയാന്ന് പറഞ്ഞ് അവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടേക്ക് വരുന്ന സാറും വരാൻ പോകുന്ന ആനിവേഴ്സറിക്ക് നമ്മുടെ ക്ലാസ്സിൽ വാൻ ചൂസ് ചെയ്ത് തന്നെ സ്നോ വൈറ്റ് അഭിനയിക്കാൻ പോകുന്ന പറയും. അതോടെ യൂഹയാണ് അവൻ ഇത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുമ്പം സാറും ക്ലാസിന്റെ മാനം കാക്കാൻ വേണ്ടി ഇവൻ ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയും. അതേസമയം ഗംഗങ്ങും ഓരോശെ ഇവൻ പ്രിൻസ് ആയിട്ട് മാറിയ പിന്നെ അവളായിരിക്കും പ്രിൻസസ് എന്ന് അവൾ ആലോചിച്ചൊക്കെ ഇരിക്കുമ്പം ഇവനാണ് എന്തോ പൊട്ടിയ പോലെ ചിരിച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ ബോധം തിരിച്ചോണ്ടുവരും. അതിനുശേഷം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന മാക്സ് സാറാണ് പുറത്തേക്ക് വന്ന് സാറിനോട് നീ പഠിത്തത്തിലല്ലാതെ ആനിവേഴ്സറിക്ക് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ കുറച്ച് അഡ്വൈസ് ഒക്കെ ചെയ്യും. അപ്പോഴാണ് ഇതേക്കുന്ന ക്ലാസ് ടീച്ചറും പഠിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അവർ ഫ്യൂച്ചറിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ ഈ പഠിത്തം മാത്രം ഓർമ്മയുള്ളെങ്കിൽ അവർ പിന്നെ എന്ത് ജീവിതം ജീവിച്ച
അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആകാം എന്നതിന് സാറും പറയുമ്പം ഇത് കേൾക്കുന്ന മാക്സ് സാറും അതേപോലെ ഫ്യൂച്ചർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സമയത്ത് പഠിച്ചായിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടതിന് ദൈവമേന്ന് അങ്ങനെ ആലോചിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഹൈനേഷ് ഇവിടെ പുറത്ത് വെച്ച് ലൂഷ്യൻഹയും ഗംഗങ്ങനെ കണ്ടുമുട്ടുമ്പോഴാണ് നിന്നെ എത്ര സമയമായിട്ട് ഞാൻ അന്വേഷിക്കോടെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും ഇവിടെ നിന്ന് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുമ്പം ഇവളാണ് പേടിച്ച് അവൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇവൻ ചെയ്ത സഹായത്തിനൊക്കെ താങ്ക്സ്, പക്ഷെ രണ്ടുപേരും ഇനി അടുക്കണ്ടെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറയും. അപ്പോഴാണ് അവനും അടുത്താൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം ഇവള് സ്കൂളിൽ എല്ലാവരും കൂടെ പറയുന്ന കേട്ട് ആ സത്യം എന്ന് എല്ലാവരും വിചാരിക്കുമെന്ന് അവന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ തന്നെ ഇവളാണ് ഒരാഴ്ചത്തേക്ക് അല്ലെ 2 ആഴ്ചത്തേക്ക് എന്റെ അടുത്തേ വരല്ലെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവര് ഡ്രാമ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പം മറ്റേ കണ്ണാടിയിട്ട കൊച്ചാണ് അവൾക്ക് ഈ ഡ്രാമയെ കുറിച്ച് എല്ലാം അറിയുന്നുണ്ട്. അവളൊരു ഡയറക്ടറായിട്ട് ഇവർക്കെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്നലെ ഡിസൈഡ് ചെയ്തത് പ്രിൻസ് ആയിട്ട് ഹങ്ഷുവിനെയും പ്രിൻസസ് ആയിട്ട് ക്ലാസ് ലീഡറിനെ ചൂസ് ചെയ്തേക്കെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് എല്ലാവരും കൂടെ പ്രിൻസസ് ഇവനാന്ന് പറഞ്ഞ് അവരൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് യൂഹി അവരെല്ലാരും കൂടെ നിനക്കെന്താ വട്ടായെന്ന് പറഞ്ഞ് ഇവൻ എങ്ങനെ സമ്മതിച്ചും ചോദിക്കുമ്പം അവനാണ് നാണിച്ചിട്ട് ഇത് ക്ലാസ് ടീച്ചറെ എടുത്ത് തീരുമാനം പറയും. അങ്ങനെ അതോടെ അവർക്കെല്ലാം ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരൊക്കെ കൂട്ടത്തെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കണ്ണാടിയിട്ട് കൊച്ചാണ് ഇവരെയൊക്കെ ആദ്യം ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ കൂട്ടത്തി ഇവരൊക്കെ അവളെ തള്ളിവിട്ട ഉടനെ അവളുടെ കണ്ണാടി തറയുന്ന അടുത്ത സെക്കൻഡ് ഇവള് കട്ട ദേഷ്യത്തി മര്യാദയ്ക്ക് മിണ്ടാതെ നിങ്ങളുടെ റോൾസ് ഒക്കെ ഒന്ന് കേൾക്കുന്നോന്ന് അവള് വഴക്കുറയും. ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ഇവൾക്ക് ഇത്രയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നു പറഞ്ഞ് അവരെല്ലാം സൈലന്റ് ആകും. എന്നിട്ട് അവളും കണ്ണാടി തറയുന്നോണ്ട് ഇവൾക്കൊന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ ഇപ്പൊ സോറി പറയുമ്പം അവളുടെ ദേഷ്യം കണ്ട് ഇവരൊക്കെ ഒരു സെക്കൻഡ് പേടിച്ചു പോയി. അങ്ങനെ അതിനുശേഷം ഇവരും ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴാണ് യൂഹയാണ് ഡയലോഗ് അയച്ചു നോക്കിയിട്ട് ഇതിനകത്ത് രാജാവിന് പെങ്കൊച്ച ജനിക്കാൻ പോന്നേന്ന് നിങ്ങളെന്തോ സ്കാൻ എടുത്ത് നോക്കിയോ, ഇത് ഏത് കാലത്തെ കഥയാ, ഇതിലൊന്നും ലോജിക്കില്ല എന്ന് അവൻ പറഞ്ഞിട്ട് ഇവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ കണ്ണാടിയിട്ട് കൊച്ചിനാണ് ഇതൊട്ടെന്തിനും ഇഷ്ടപ്പെടത്തില്ല. അതിനുശേഷം ഇവരും ഇപ്പൊ മാക്സ് സാറിന്റെ ക്ലാസ്സാന്ന് പറഞ്ഞ് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഓടി ചെല്ലുമ്പം സാർ ഇവരെല്ലാം പിടിച്ചിരുത്തിയിട്ട് പഠിത്തത്തിനെക്കാളും നിങ്ങൾക്ക് ഡ്രാമയാണോ വലുതെന്ന് പറഞ്ഞ് ഇവരൊക്കെ ലേറ്റ് ആയിട്ട് വന്നതിന് വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതേസമയം ക്ലാസ് ടീച്ചറാണ് ഇവരുടെ റിസൾട്ട് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് അയാൾക്ക് ചെറിയ സംശയം വരും. ക്വസ്റ്റ്യൻ പേപ്പർ ഇവരെല്ലാം കോപ്പി അടിച്ചു വന്ന്. അതിനുശേഷം അന്ന് രാത്രി ഗംഗങ് വീട്ടിൽ ഇരുന്ന് ഡ്രാമയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവളുടെ അച്ഛൻ ആന്റിയും കൂടെ ഇവള് ഫുഡ് അടിക്കാൻ വേണ്ടി വിളിക്കും. അതിനുശേഷം ഇവള് പുറത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് അവരാണ് ഇവൾ അകത്തിരുന്ന് എന്തോ പ്രാക്ടീസ് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് ഇവളും ഇവരുടെ സ്കൂളിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് അവൾ അതിന്റെ കഥ പറഞ്ഞു കൊടുക്കും. ഒരു പെണ്ണ് ഒരു തടി കഷ്ണത്തിന്റെ അടുത്ത് മയങ്ങിപ്പോയി വീഴുമ്പോൾ അവളെ ഒരു 7 ആണുങ്ങൾ തട്ടിക്കൊണ്ടുപോയി ശവപ്പെട്ടിയിൽ അടക്കുമെന്ന് പറയും. ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ ഇതെന്തൊരു കഥയാടിയെന്ന് പറഞ്ഞ് അവരൊക്കെ ഞെട്ടിപ്പോയിരിക്കുമ്പം അനീനാണ് ഇത് സ്നോ വൈറ്റിന്റെ കഥയാന്ന് പറഞ്ഞ് അവൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരിവിടുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യൂഹയാണ് അവൻ എപ്പോഴും ആ പേപ്പർ നോക്കിയായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്ന് ഇവന് നല്ല മെമ്മറി പവർ ഉണ്ടായിട്ടും ഇവൻ ഇതിനെ നോക്കി വായിക്കുന്നതെന്ന് പറഞ്ഞ് അവനും എല്ലാം താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പം അവനാണ് സത്യം പറഞ്ഞ ഒരു മൂഡില്ലാതെ വന്നിരിക്കുവാണ്. ഇതേസമയം പാൻസാറാണ് ക്ലാസ് 2 പോലും ഇത്രയും മാർക്ക് വാങ്ങിച്ചിട്ടില്ല, ഇവരുടെ ക്ലാസ് എങ്ങനെ ഇതൊരു പഠിപ്പിക്കാത്ത ക്വസ്റ്റിന് ഇത്രയും മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞ് ക്ലാസ് ടീച്ചറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹമാണ് സത്യം എന്തോ എന്ന് കണ്ടെത്താന്ന് പറഞ്ഞ് സാറിന് സമാനപ്പെടാൻ പറയും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പിള്ളേർ കട്ടെടുത്തോന്ന് ഇവർക്കൊരു സംശയമുണ്ട്. അതിനുശേഷം ഇവർക്കെല്ലാം റിസൾട്ട് കിട്ടുമ്പോഴാണ് എല്ലാരും കൂടെ ഭയങ്കര സന്തോഷത്തി നമ്മൾ എല്ലാരും പാസ്സായെന്ന് പറഞ്ഞ് അവരൊക്കെ ഹാപ്പിയാകും. അങ്ങനെ റിസൾട്ട് കിട്ടിയ സന്തോഷത്തി അടുത്ത ദിവസം ഇവർ സ്കൂൾ ആനിവേഴ്സറിക്ക് വരുമ്പോഴാണ് പരിപാടി സ്റ്റാർട്ടിങ് ഗേൾസിന് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിരിക്കും. പക്ഷെ പിന്നീട് എല്ലാവർക്കും കൂടെ ബോറടിച്ച് ആകെ മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് ഇത് കാണുന്ന ഇവരൊക്കെയാണ് പേടിച്ചിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇവരുടെ ഡ്രാമ കാണുവാണ് പിന്നെ എല്ലാവർക്കും കൂടെ ബോറടിക്കത്തില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഗംഗങ്ങും അവൾക്ക് കുറച്ച് സമയം റിലാക്സ് ആണെന്ന് പറഞ്ഞ് അവൾ ക്യാമറ എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഷൗമയാണ് ആദ്യം ഗേൾസ് ഒക്കെ ഉണ്ടായപ്പോൾ അടിപൊളിയായിരുന്നു, ഇപ്പൊ 2 കിഴങ്ങന്മാർ ഫുള്ള് ബോറടിപ്പിക്കാന്ന് പറഞ്ഞ് ഇവൻ യൂഹയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഗംഗങ്ങും ലൂഷ്യൻ ഹേ പറഞ്ഞ സ്ഥലത്ത് വന്ന് അവിടുത്തെ വീവൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് കാണുന്ന അവനാണ് വീവ് എങ്ങനെയാണെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം പെട്ടെന്ന് ഇവനെ കണ്ട് അവളാണ് പേടിച്ചു. കൂടാതെ പറഞ്ഞ പോലെ തന്നെ ഈ ഇടയ്ക്കായിട്ട് ഇവൻ അടുത്തോലും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അതിനെ കുറിച്ച് തിരക്കുമ്പം അവൻ ഇവള് പറഞ്ഞ പിന്നെ പാലിക്കാതിരിക്കുമെന്ന് പറഞ്ഞ് ഇനി സംസാരിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വരച്ച പടം ഇവൾക്ക് കാണിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് അവളും എന്തായാലും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കണ്ണാടിയിട്ട കൊച്ചാണ് ഡ്രാമയ്ക്കുള്ള സമയമായി ഗംഗങ് എപ്പോഴാണ് വരുന്നെന്ന് പറഞ്ഞ് അവള് ഭയങ്കര ടെൻഷനാകും. അങ്ങനെ ആ സമയത്താണ് ഇവിടെ ഗംഗങ്ങും ചുമ്മാ ടൈം പാസിന് വന്നിട്ട് പെട്ടെന്ന് അവൾ അകത്തേക്ക് എറിച്ചാൻ നോക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവനും ഇവൾക്ക് ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ വരാന്ന് പറയുമ്പം അവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ചുമ്മാതെ ഈ പരിദൂഷണൊക്കെ ഇപ്പൊ നിന്ന് നടക്കുക ഇവനായിട്ട് വർദ്ധിപ്പിക്കല്ലെന്ന് അവൾ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഗംഗങ്ങിനെ കാണുമ്പോഴാണ് മറ്റവൾക്ക് സമാധാനമാകുന്നത്.
ഹൈനേഷ് യൂഹേ ചെന്നൊക്കെ റെഡി ആയിട്ടിരിക്കാൻ പറയുമ്പം ഇവിടെ ഗംഗങ്ങും നേരെ അവന് ചെന്ന് വിളിക്കാൻ വേണ്ടി പോകും. അതോടെ അവന്റെ ഗെറ്റപ്പ് കണ്ട് ഇവൾക്കാണ് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പം അവനും ഇവളുടെ ഗെറ്റപ്പ് ഇതേപോലെ തന്നെയാന്ന് പറഞ്ഞ് കൂടുതലും നാക്കലും നിറയും. അപ്പോഴാണ് അവളാണ് പുറത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും കണ്ടിട്ട് ഇവൾക്കാണ് പെട്ടെന്ന് പേടിയാകും. അങ്ങനെ അതുകൊണ്ട് ഇവൾക്ക് ഇക്കിൾ വരുമ്പം അവരാണ് ആദ്യം ഇത് നിൽക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ഇവളെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയ ഇവളെങ്ങനെ ഡയലോഗ് പറയുന്നറിഞ്ഞ് അവരൊക്കെ പേടിച്ചിരിക്കുമ്പം അവിടേക്കൊന്ന് ഷൗമയാണ് ഒരു ആപ്പിൾ കഴിച്ചാൽ തീരുന്ന ഭക്ഷണമുള്ളെന്ന് പറഞ്ഞ് അവനത് അവൾ കഴിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ അതോടെ ഇവളുടെ ഇക്കിൾ നിന്നാലും ഇവർ പിന്നീടാണ് അറിയാൻ വരുന്നത് ഇവര് ഡ്രാമയ്ക്ക് വേണ്ടി വെച്ചിരുന്ന ആപ്പിളാണ് ഇവനെതിർത്ത് കൊടുത്തതെന്ന്. അങ്ങനെ പോയിസൺ ആപ്പിൾ വെച്ചാണ് കഥ കൊണ്ടുവന്നത്. പക്ഷെ അതുപോലെ ഇല്ലാതെ ഇനി എന്തോ ചെയ്യാമോന്ന് അറിഞ്ഞ് ഇവരൊക്കെ ടെൻഷനാകും. അതേസമയം ഇവിടെ ഡ്രാമയ്ക്കുള്ള സമയം വരുമ്പോഴാണ് ആദ്യം യൂഹയും ഗംഗയും കൂടെ സ്റ്റേജിൽ ചെന്നിട്ട് രാജാവിന് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നറിഞ്ഞ് ഇവരാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ലൂഷ്യൻ ഹേ ആണ് ഗംഗങ് സൂപ്പർ എന്നറിഞ്ഞ് അവനവിടെ ചിയർ ചെയ്തോണ്ടിരിക്കും. പക്ഷെ ബാക്കിയുള്ള ആരും തന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന കണ്ണാടിയുടെ കൊച്ചാണ് ഇവരെല്ലാം ഡ്രാമ ഡയറക്റ്റ് ചെയ്തിട്ട് അവള് പതിയായിരിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാരും കൂടെ ഇവൾ എന്തുവാടി സംസാരിക്കുന്ന പറഞ്ഞ് കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കാണുന്ന യൂഹയാണ് ഇവളുടെ കണ്ണാടി ഊരിയാൽ ശരിയാവെന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം ഇവൾ പോകുന്ന മുമ്പേ അവളുടെ കണ്ണാടി പിടിച്ച് മാറ്റി വയ്ക്കും. അങ്ങനെ അതോടെ അവളും ഇവരൊന്നും കാണാൻ പറ്റാതെ ഇപ്പൊ ധൈര്യത്തിൽ സൗണ്ടിൽ പറയുമ്പം ഇവർക്ക് എല്ലാവർക്കും ഈ ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതേസമയം പ്രിൻസസിനെ കൊല്ലാൻ വേണ്ടി ഒരു പോയിസൺ ആയിട്ടുള്ള ആപ്പിൾ കാണിക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഈ ആപ്പിൾ ആരാൻ നോക്കുമ്പം ആപ്പിളിന് വരെ വന്നേക്കുന്ന യൂഹ ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും ഞാനാണ് മാഡം പോയിസൺ ആയിട്ടുള്ള ആപ്പിൾ എന്നറിഞ്ഞ് അവന് സ്ക്രിപ്റ്റ് ഇല്ലാത്തൊക്കെ അവിടെ നിന്ന് ആക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം പ്രിൻസസ് ആയിട്ടുള്ള ക്ലാസ് ലീഡറാണ് ആപ്പിൾ എനിക്കാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഡാൻസും കളിച്ചോണ്ട് വരും. ഇത് കണ്ട് എല്ലാരും കൂടെ ഇതായിരുന്നു റാണി എന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കും. കാരണം നമ്മുടെ സാറ് ഇവനെ ചൂസ് ചെയ്യാനുള്ള കാരണം അവസാനം ഒരു കിസ്സിങ് സീൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവനെ പ്രിൻസസ് ആക്കിയത്. ഇതേ സമയം ഇവിടെ യൂഹയും ആപ്പിൾ വേണോ മഹാറാണി എന്നറിഞ്ഞ് അവന് റൊമാൻറ്റിക് ആയിട്ട് ഷട്ടാക്കി ഇങ്ങനെ ഊരി കാണിക്കുമ്പം ഇത് കാണുന്ന ഗംഗങ്ങാണ് ഒരു പ്രശ്നം വരുമ്പോഴായി ഹീറോയൊക്കെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവൾ യൂഹയെ കുറിച്ച് പൊക്കി വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സമയത്താണ് പാൻസാർ ഇവരെ ക്ലാസ് ടീച്ചറിനെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അതിനുശേഷം അവിടേക്ക് വരുന്ന കിങ് ആയിട്ടുള്ള ഹങ്ഷുവും റാണിക്ക് എന്തോ പറ്റിയും ചോദിക്കുമ്പം അവരെല്ലാരും കൂടെ പോയിസൺ കഴിച്ച് മരിക്കാൻ പോകുമെന്ന് പറയും. അങ്ങനെ രാജാവിന്റെ കിസ്സിനെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ പറയുമ്പം ഇവനും പതി അടുത്തേക്ക് വന്നിട്ട് ഈ തെണ്ടി ഇപ്പൊ കിസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനോട് പെട്ടുപോയി കിടക്കും. അപ്പോഴാണ് ഓഡിയൻസ് എല്ലാരും കൂടെ ഇപ്പൊ തന്നെ കിസ് ചെയ്ത് രാജാവ് എന്നറിഞ്ഞ് അവരൊക്കെ ചീർ ചെയ്യുമ്പം ഇവന് ഡ്രാമ അവസാനിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് അവനെയും കിസ് ചെയ്യും. അതിനുശേഷം ഇവിടെ ക്ലാസ് ടീച്ചറും പാൻസാറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അങ്ങേരാണ് CCTV ഫുട്ടേജ് കാണിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കട്ടെടുത്ത് മിക്കവാറും ഗംഗങ്ങായിരിക്കും എന്നറിഞ്ഞ് അവള് ലൂഷ്യൻ ഹേയും കൂടെ ബോയ്സിന്റെ ബാത്റൂമിൽ പോകുന്ന ആ ഫുട്ടേജ് എടുത്ത് കാണിക്കും. എന്നിട്ട് ഡ്രാമ കഴിഞ്ഞിട്ട് ഗംഗങ് യൂഹയും കൂടെ സംസാരിക്കുമ്പോഴാണ് അവളാണ് പഠിച്ചിറങ്ങുന്നവരെ ഇവന്റെ കൂടെ ഡെസ്ക് മേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് ഇവൾ ആഗ്രഹിക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഇവളിപ്പോ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന അവൻ വിചാരിച്ചെന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേക്കുന്ന ലൂഷ്യൻ ഹേയും അവൻ ആ ഫ്ലവർസ് വെച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ഗംഗങ്ങും എല്ലാ പെമ്പിള്ളേരെ പോലും ഇവന്റെ പുറകെന്ന് അവൾ വരുത്തില്ലെന്ന് പറയുമ്പം അവിടേക്ക് വരുന്ന പാൻസാറാണ് ദേഷ്യത്തിൽ ഇവൾ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് എവിടെ പോയി കിടക്കുമെന്നറിഞ്ഞ് അവളെ വന്ന് പൊക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.